ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ട്രെയിലർ വന്നിരിക്കുകയാണ്. അവസാനം അടുത്ത മാസം 5-ാം തീയതി റിലീസാവാൻ പോകുന്ന തക്കതിലെ പുഷ്പയുടെ 2ാം ഭാഗം ദ റൂളിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, 17 മിനിറ്റ് ആയിട്ട് ഈ ട്രെയിലർ വന്നിട്ട് 1.3 മില്യൺ വ്യൂസ് 17 മിനിറ്റ് ഉണ്ട്. ഈ പടത്തിൻ്റെ ഇതിൻ്റെ ഇനിഷ്യൽ നിങ്ങൾ കണ്ണുകളും ഉറപ്പാണ്. അമ്മാതിരി മാർക്കറ്റിങ്ങും അമ്മാതിരി ഫാൻ ബേസുമാണ് ഈ പടത്തിനുള്ളത്. പിന്നെ നാഷണൽ അവാർഡ് വിന്നർ അല്ലു അർജുനാണ്. അടുത്തൊരു നാഷണൽ അവാർഡിന് കിട്ടിയാലും ആരും അത്ഭുതപ്പെടേണ്ട. ഞാൻ സ്ഥിരം ഡയലോഗാണ് എനിക്കറിയാം, എന്നാലും ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. ആന, ട്രക്ക്, പുഷ്പ, കാശ്, അല്ല മറ്റേ അങ്ങനെ ഉണ്ടല്ലോ ഡാഡി ഗിരിജ, സുകുമാർ റൈറ്റിംഗ്, ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചാട. ഐ കാൻ സ്റ്റാൻഡ് അല്ലു അർജുൻ. അത്രേ ഉള്ളു, ബ്രാൻഡ് തന്നെ ബ്രാൻഡായി മാറി. പക്ഷെ ആദ്യത്തെ ബ്രാൻഡ് നമ്മുടെ റോക്കി ബായ് ആയിരുന്നു കേട്ടോ, സിൻസ് 1951. വന്ന് വീഡിയോ ഒക്കെ വലിച്ചിട്ട് പൊരിയടി. രശ്മിക പുള്ളിക്കാരിയുടെ കാല് വെച്ചിട്ട് തക്കതില് കട്ട തഗ് തന്നെ കേട്ടോ. ഫാഫ എവിടെയാ? ഫഹദ് ഫാസിൽ എവിടെ? ഇൻട്രോ പാർട്ടി ഉണ്ട്. ഇത് ഫഹദ് ഫാസിൽ വെസസ് പുഷ്പ എന്നെ മോനെ. എന്റെ അമ്മോ, എന്തരടെ ഇത്? എന്റെ അമ്മോ, ഇന്റർനാഷണൽ. അത് ശരി, എന്തൊക്കെയാടേ. ഫയർ కదా అది వైల్డ్ ఫైర్ ഐമാക്സാ. എൻ്റെ അമ്മോ, ആ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അളവിനുള്ള മാസും അതൊക്കെ ആയതുകൊണ്ടാണ് ആ പടം ഒരു രസമായിട്ട് തോന്നിയത്. ഇതെന്ന് പറയുന്നത് ഓവർ കില്ല് തന്നെയാണ്. ഇത് എന്തിനൊക്കെയാണ് കാണുക, ഇവിടെ നിന്ന് തീ കത്തണ തന്നെയൊക്കെ ഇങ്ങനെ ബീഡി വെച്ചിട്ടൊക്കെ വലിക്കണം. ഇത് ഞാൻ പറയില്ല, കംപ്ലീറ്റ്ലി അവർ എന്തോ പറഞ്ഞ് അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്, എന്തോ ഭയങ്കരമായിട്ട് സിനിമയെ ഹെവി മാസ്സാക്കാനായിട്ടുള്ള പരിപാടിക്കാണ് ഇത് ചെയ്തേക്കണതെന്ന്. അത് തന്നെയാണ് കാണുമല്ലോ, വളരെ മാസിവ് ഒരു ശങ്കർ പടമൊക്കെ കാണുന്ന പോലത്തെ സാധനത്തിൽ അല്ലു അർജുൻ. എന്തിനാണെങ്കിലും കാണാണ്ടേ. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ സിനിമയുടെ ഇനിഷ്യൽ നിങ്ങൾ വിചാരിക്കണ പോലല്ല. ആ ഒരാഴ്ച മതി ഈ പടം കയറി വേറെ ലെവലിൽ പോയി. എന്തിനാണെങ്കിലും എനിക്ക് ആ ഫസ്റ്റ് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുതന്നെ അതിൽ കുറേ പ്രോബ്ലമാറ്റിക് സാധനമൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റേ ഇൻ്റർവെൽ പഞ്ചൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒരു സ്ഥലത്ത് കയറി വന്നിട്ട് മറ്റേ കണ്ണൻ തിരിവൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ്. അതാണ് കറക്റ്റ് അളവായിരുന്നു ആ പടത്തിലെ മാസ് സീനാണെങ്കിലും ഒക്കെ. ഇതെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അടി വെടി പുക വെടി അടി ഇടി. മറ്റേ റോക്കി ബായെ പോലെ ഒരു എന്തോ ഉലഗോ അതൊക്കെയാണ് ബ്രാൻഡായി മാറി. എല്ലാം പക്കയായിട്ടൊരു റോക്കി ബായ് പരിപാടിയാണ് അവർ പിടിച്ചേക്കണം കേട്ടോ. പക്ക മാസ് പടം എന്ന് മാത്രം മനസ്സിൽ വെച്ച്
ലോജിക്കും മോപ്പും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി പടം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ സിനിമയിൽ ലോജിക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ കരയും നിങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. കട്ട സ്വാഗതം. അങ്ങേരുന്ന ചെയ്യുന്ന സാധനം അങ്ങേക്ക് കൊണ്ടേ പറ്റുള്ളൂ. നമ്മൾ വേറെ ഏത് നടന്നു ചെയ്താൽ ഭയങ്കര ക്രിഞ്ചാണ്. അങ്ങേരെ ചെയ്യുമ്പോൾ അത് രസമാണ്. അതാണ് അതിൻ്റെ ഒരു മാജിക്ക്. അത് അല്ലു അർജുനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇത് അങ്ങേരെ സ്ട്രോങ് ഹോൾഡ് സാധനമാണ്. എന്തായാലും കാണാടെ ഒരു വെടിയും പുകയായിട്ടുള്ള ട്രെയിലർ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ താഴെ വന്ന അഭിപ്രായം പറയുക. എന്താണെങ്കിലും തക്ക ദല തന്നെ ബോക്സ് ഓഫീസിൽ കണ്ടോളി.